السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ثم الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن استنى بسنته إلى يوم الدين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഹദീസ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അറിവിൻ്റെ ഫضലുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹദീസുകളെക്കുറിച്ചും അതുപോലെ തന്നെ മുൻഗാമികളുടെ അക്വാലുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് ഇൻഷാ അല്ലാഹ് എന്താണ് ഹദീസ് എന്നതുമായി ബന്ധപ്പെട്ടാണ് ഏതായാലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില മുസ്തലഹാത്തുകൾ, ടേംസ് മാത്രം പരിചയപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് ഹദീസ് എന്നുള്ള പദം. ഹദീസ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ഹദീസ് എന്നതിൻ്റെ അർത്ഥം രണ്ടർത്ഥത്തിലാണ് അത് ഉപയോഗിക്കപ്പെടുന്നത്. ഒന്ന് അൽ ജദീദ്, പുതിയത് എന്ന അർത്ഥത്തിൽ. ഉദാഹരണത്തിന് സയ്യാറത്തുൻ ഹദീസ എന്ന് പറഞ്ഞാൽ പുതിയ കാർ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ രണ്ടാമത്തെ അർത്ഥം അൽ കലാം, സംസാരം എന്ന അർത്ഥത്തിലും അത് ഭാഷാപരമായിട്ട് ഉപയോഗിക്കും. ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥമാണ്. രണ്ടാമത്തെ ശർഈ ആയിട്ടുള്ള അർത്ഥമാണ്. അതായത് ഇസ്ലാമിൽ സാങ്കേതികമായിട്ട് ഹദീസ് എന്ന് പറയുമ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു ഭാഷാപരമായിട്ടുള്ള അർത്ഥമല്ല. ഇപ്പോൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ് അർത്ഥം, പക്ഷേ അത് ഭാഷാപരമായിട്ടുള്ള അർത്ഥമാണ്. ഇസ്ലാമിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു തുടങ്ങി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതിൻ്റെ ഇടയിലുള്ള കുറേ പ്രവർത്തനങ്ങൾ അടങ്ങിയ അതിനാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അതാണ് ഭാഷാപരവും അതുപോലെ സാങ്കേതികമായിട്ടുള്ള ശർഈ ആയിട്ടുള്ള അർത്ഥവും തമ്മിലുള്ള വ്യത്യാസം. ഹദീസിന് ശർഈ ആയിട്ട് അതിൻ്റെ അർത്ഥം മാ ഉദീഫ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ വസ്ഫിൻ ഖൽഖിയ്യിൻ ഔ ഖുലുഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ട നബിയുടെ സംസാരം, പ്രവർത്തികൾ, മൗനാനുവാദം, അംഗീകാരം എന്ന് നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക പ്രകൃതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളർ ഇങ്ങനെയായിരുന്നു, ഇത്ര താടിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്ന ഹദീസുകളൊക്കെ അതിൽ ഉൾപ്പെടും. അതേപോലെ തന്നെ നബിയുടെ സ്വഭാവ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഹദീസുകളൊക്കെ ഈ ഹദീസ് എന്നതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ സുന്നത്തി എന്നുള്ളൊരു പദം. സുന്നത്തി എന്നുള്ളതിന് ഭാഷാപരമായിട്ട് രണ്ടർത്ഥങ്ങൾ തന്നെയാണുള്ളത്. സ്ഥിരമായി നടപ്പിലാക്കുന്ന ഒരു രീതി. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സുന്നത്ത് എന്ന് നമുക്ക് ഖുർആനിൽ കാണാം, സുന്നത്ത് അല്ലാഹ്. അതിനോട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നടപ്പിൽ വരുത്തുന്ന രീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ സീറത്തുൽ മുസ്തമിറ, തുടരുന്ന ജീവിതചര്യ എന്നുള്ള അർത്ഥത്തിലും സുന്ന എന്നുള്ള പദം ഭാഷാപരമായിട്ട് ഉപയോഗിക്കും. എന്നാൽ ശറഇലേക്ക് വരുമ്പം അത് ഉപയോഗിക്കുന്ന പണ്ഡിതന്മാരുടെ ഇതിനനുസരിച്ച് അതിൽ വ്യത്യാസങ്ങളുണ്ട്. ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ ഹദീസ് എന്നതിന് എന്താണോ അർത്ഥം പറഞ്ഞത് ഏകദേശം അതേ അർത്ഥം തന്നെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ, സംസാരം, പ്രവൃത്തി, മൗനാനുവാദം, അതുപോലെ തന്നെ നബിയുടെ ശാരീരിക പ്രകൃതം, സ്വഭാവ ഗുണങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് എത്തുമ്പോൾ സുന്നത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ സുന്നത്ത് നിസ്കാരം എന്നൊക്കെ പറയാറുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എന്നോ അല്ലെങ്കിൽ പ്രവൃത്തി എന്നോ അർത്ഥത്തിലല്ലല്ലോ, മറിച്ച് എന്താണ്, ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. അത് കർമ്മശാസ്ത്ര ഫിഖ്ഹി പണ്ഡിതന്മാരുടെ അടുക്കൽ സുന്നത്തി എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ്. മാ യുസാബു ഫാഇലുഹു വലാ യുആഖബു താരിഖുഹു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹദീസ്, സുന്നത്ത് എന്നതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അതുപോലെ തന്നെ ശർഈ ആയിട്ടുള്ള അതിൻ്റെ അർത്ഥങ്ങൾ. ഇനി നമുക്ക് കേട്ടുപരിചയമുള്ള രണ്ട് വാക്കുകളാണ് സനദ് അതുപോലെ തന്നെ മത്ന്. എന്താണ് ഇത് രണ്ടും നമുക്ക് നോക്കാം. സാധാരണ ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കാണാറുള്ള ഈ ഒരു ഭാഗമാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയ യുസീബുഹ ഔ ഇലാ ഇംറഅത്തിൻ യൻകിഹുഹ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഇങ്ങനെ ഹദീസിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് മാത്രമാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ ഹദീസ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, അതിന് മുമ്പ് ഈ ഹദീസിന് മുമ്പ് ഇത്രയും നീണ്ട ഒരു ഭാഗം കൂടിയുണ്ട്. ഇതിനാണ് സനദ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെ ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു വാക്ക് നമ്മുടെ അടുത്തേക്ക് എത്തി, അത് നമ്മുടെ അടുത്തേക്ക് എത്തണമെന്ന് നബിയിൽ നിന്ന് ഒരാൾ കേൾക്കണം, നബിയിൽ നിന്ന് കേട്ട ആളെ അടുത്തുനിന്ന് വേറൊരാൾ കേൾക്കണം, അയാളിൽ നിന്ന് വേറൊരാൾ കേൾക്കണം. അങ്ങനെ കേട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലെങ്കിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ആരാണോ ഈ ഇത് എഴുതി വെക്കുന്നത് അയാൾ വരെ നീളുന്ന ഒരു ചങ്ങല,
ഉണ്ടായിരിക്കും. ഈ ചങ്ങലക്കാണ് പിന്നെ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ചങ്ങലക്കാണ് സനദ് എന്ന് പറയുന്നത്. മത്ന് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിന്റെ വാചകം, നബി പറഞ്ഞ വാക്കുകൾക്ക് മാത്രമായിട്ടാണ് മത്ന് എന്ന് പറയുക. അപ്പോൾ ഈ താഴെയുള്ള ഭാഗമാണ് മത്ന്, മേലുള്ളത് സനദാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഒന്നാമത്തെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉസ്താദായ അൽ ഹുമൈദി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്നാണ്. അദ്ദേഹം അത് സുഫിയാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ അടുത്താണ് കേൾക്കുന്നത്. സുഫിയാൻ എന്ന് പറയുന്ന ആൾ യഹ്യ ഇബ്നു സഈദ് അൽ അൻസോരി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് കേൾക്കുന്നത്. അദ്ദേഹം അഖ്ബറനി മുഹമ്മദ് ബിൻ ഇബ്രാഹിം അത്തൈമി എന്ന് പറയുന്ന ആളുടെ അടുത്ത് കേൾക്കുന്നു. അദ്ദേഹം എവിടുന്ന കിട്ടിയ സമിഅ അൽഖമതു ബിൻ വഖാസ് അൽ ലൈസി എന്ന് പറയുന്ന സ്വഹാബി സമിഅതു ഉമർ ബിൻ അൽ ഖത്താബ് അൽഖമ താബിഅയാണ്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത്രയും ആളുകൾ നീളുന്ന ഒരു പരമ്പര അതിൻ്റെ പിന്നിലുണ്ട്. ഈ പരമ്പരക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സനദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സനദ് എന്താണ്, മത്ന് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഹദീസ് അത് ആരുടെ വാക്കാണോ ആരുടെ സംസാരമാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഖുദ്സി ആയിട്ടുള്ള ഹദീസ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഖുദ്സി ആയിട്ടുള്ള ഹദീസ് എന്നുള്ളത്. രണ്ടാമത്തെ മർഫു ആയിട്ടുള്ള ഹദീസ്. ഖുദ്സി ആയിട്ടുള്ള ഹദീസ് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഖാല അല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുണ്ട്. ഇതിനാണ് ഖുദ്സി ആയിട്ടുള്ള ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ മർഫു പറഞ്ഞാലോ, മർഫു ആണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പക്ഷേ ഒന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള നബി പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് തന്നെ അല്ലേ? ആണ്. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഖുദ്സി ആയിട്ടുള്ള ഹദീസിൻ്റെ വാക്കുകളും അതിൻ്റെ ആശയങ്ങളും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണ്. എന്നാൽ മർഫു ആയിട്ടുള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു നിന്നാണ് അതിൻ്റെ വാക്കുകൾ, ആശയം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നും ആണ്. അപ്പോൾ മറ്റൊരു സംശയം വരാനുള്ളത്, അപ്പോൾ ഖുർആനും ഹദീസുൽ ഖുദ്സിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും അള്ളാഹുവിൻ്റെ വാക്കുകൾ തന്നെയാണല്ലോ. രണ്ടും അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, പക്ഷേ ഖുർആനിൻ്റെ പ്രത്യേകതകൾ ഹദീസുൽ ഖുദ്സിക്കില്ല. ഉദാഹരണത്തിന് ഖുർആൻ ഓതുന്ന സമയത്ത് ഒരു അക്ഷരം നമ്മൾ പാരായണം ചെയ്യുക, അതിന് 10 ഇരട്ടി കൂലി കിട്ടും. അതുപോലെ തന്നെ അത് മുഅ്ജിസത്താണ്. പിന്നെ ഇങ്ങനെ ഒരുപാട് ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതകൾ അതെന്തില്ല? ഹദീസുൽ ഖുദ്സിക്ക് ഉണ്ടായിരിക്കുകയില്ല. ഇത് രണ്ടും, ഇതാണ് മർഫു ആയിട്ടുള്ള ഹദീസ്, അതുപോലെ തന്നെ ഖുദ്സി ആയിട്ടുള്ള ഹദീസ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി ചില ഹദീസുകളുണ്ട് സ്വഹാബിമാർ പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയാതെ സ്വഹാബിമാർ പറയുന്ന ചില ഹദീസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഒരു സ്വഹാബി പറയുകയാണെങ്കിൽ, ഒരിക്കലും സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സ്വന്തമായിട്ട് പറയാൻ കഴിയൂല. അത് നബിയിൽ നിന്ന് കേട്ടതാണ്, അല്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറയാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്നില്ല. അങ്ങനത്തെ സ്വഹാബിമാർ നബിയിലേക്ക് ചേർത്ത് പറയാത്തതായിട്ടുള്ളതിനും ചിലപ്പോൾ ഹദീസുകൾ എന്ന് പറയും. അതിന് മൗഖൂഫ് ആയിട്ടുള്ള ഹദീസ് എന്നാണ് പറയുക. അത് പിന്നെ നബിയിലേക്ക് ചേർത്തപ്പെടുന്ന അല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഉൾപ്പെടുത്താത്തത്. മറ്റൊരു ഡിവിഷൻ സ്വീകാര്യമായിട്ടുള്ള ഹദീസുകൾ, അതുപോലെ തന്നെ തള്ളപ്പെടേണ്ട ഹദീസുകൾ എന്ന അർത്ഥത്തിലായിട്ടും ഹദീസുകളെ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. ഒന്ന് മഖ്ബൂലായിട്ടുള്ള ഹദീസ്, രണ്ടാമത്തെ മർദൂദായിട്ടുള്ള ഹദീസ്. മഖ്ബൂലായിട്ടുള്ള ഹദീസുകളാണ് സ്വഹീഹ് ആയിട്ടുള്ള ഹദീസ്, ഹസൻ ആയിട്ടുള്ള ഹദീസ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. മർദൂദായിട്ടുള്ള ഹദീസ് പറഞ്ഞാലോ ദഈഫ് ആയിട്ടുള്ളത്, മൗദൂ ആയിട്ടുള്ളത്, ദുർബലമായിട്ടുള്ളത്, അല്ലെങ്കിൽ കള്ള ഹദീസുകൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ഇതാണ് ഹദീസുകളുമായി ബന്ധപ്പെട്ട് അത് സ്വീകാര്യയോഗ്യമാണോ അതല്ല തള്ളപ്പെടേണ്ടതാണോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിവിഷൻസ്, അതിൻ്റെ പിന്നെ വേർതിരിവുകൾ. ഓക്കെ, ഇപ്പോൾ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ടേംസ് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഉണ്ടായിരിക്കാം. അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു ഹദീസ് സ്വഹീഹ് ആകണം എന്നുണ്ടെങ്കിൽ, സ്വീകാര്യയോഗ്യമാകണം എന്നുണ്ടെങ്കിൽ ചില ഷർത്തുകൾ ചില നിബന്ധനകൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. എന്താണ് സ്വഹീഹ് ആയിട്ടുള്ള ഹദീസ്? ഇവിടെ കാണാം, ധാർമ്മികതയും കൃത്യതയുമുള്ള റാവികൾ പറഞ്ഞാൽ നിവേദകർ, മുറിയാത്ത പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന അസ്വാഭാവികതയോ വൈകല്യങ്ങളോ ഇല്ലാത്ത ഒരു ഹദീസ്. ഇതിനാണ് അൽ ഹദീസു സ്വഹീഹ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ കുറേ ഈ പറഞ്ഞ ഓരോ വാക്കുകളും ഓരോ നിബന്ധനകളാണ്. ഒന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണാം.
ഈ 1, 2, 3 എന്നിട്ടുള്ള 3 ഇതിനെ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ സ്വഹിയായിട്ടുള്ള ഹദീസിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ കണ്ടു. ഈ 3 സനദുമായി ബന്ധപ്പെട്ടാണ്. ഒന്നാമത്തെ കണ്ണി ചേർന്ന പരമ്പരയാണോ, മുറിയാത്ത പരമ്പര എന്ന് പറഞ്ഞു, ഇത്തിസോലു സനദ്. രണ്ടാമത്തെ ധാർമ്മികതയുള്ള റാവികളാവണം. അതായത് റാവികൾ കളവ് പറയുന്നവരോ അതല്ലെങ്കിൽ പിന്നെ മുനാഫിക്കുകളോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളോ അങ്ങനെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരോ ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ഹദീസുകൾ സ്വീകരിക്കൂല. അപ്പോൾ ധാർമ്മികത ഉള്ള ആളുകളാവണം നിവേദനം ചെയ്യുന്നത്. മൂന്നാമത്തെ കൃത്യതയുള്ള റാവികളാവണം. നല്ല മുസ്ലിമായിട്ട് നല്ല നിസ്കാരവും എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും അയാൾക്ക് ഈ ഹദീസ് താങ്ങാനും അത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ, അതായത് അയാൾക്കത് സ്വീകരിക്കാൻ പിന്നെ ഒരാളുടെ അടുത്ത് പോയിട്ട് അത് കേട്ട് അത് മനഃപ്പാടമാക്കാനും അത് ആ രൂപത്തിൽ വേറൊരാൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് അയാൾക്കില്ല എന്നുണ്ടെങ്കിൽ, അയാൾ എപ്പോഴും മറക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഓർമ്മശക്തി കുറവായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ഹദീസും സ്വീകരിക്കുക ഇല്ല. അപ്പോൾ ഈ 3 കണ്ടീഷൻസും സനദുമായി ബന്ധപ്പെട്ട. പിന്നെ 2 പിന്നെ കണ്ടീഷൻസ് അവസാനത്തെ ആദമു ഷുദൂദ് അതുപോലെ ആദമുൽ ഇല്ല, അസ്വാഭാവികത ഉണ്ടാവരുത്, വൈകല്യം ഉണ്ടാവരുത് എന്നുള്ള 2ഉം അതിൻ്റെ മത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2, അതായത് നബിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട 2 നിബന്ധനകളുണ്ട്. ഇതിൽ ആദ്യത്തെ 3 നമുക്കൊന്നും കൂടി ക്ലിയർ ആയിട്ട് ഇവിടെ കാണാം. കണ്ണി ചേർന്ന പരമ്പര എന്ന് പറഞ്ഞാൽ എന്താ? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഹദീസ്, പിന്നെ നമ്മൾ പാട്ടായിട്ടൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പോൾ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആര് കേൾക്കുന്നു? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് കേൾക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഇക്രിമ ഇബ്നു ഖാലിദ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൽ നിന്ന് ഹൻസല ഇബ്നു അബി സുഫിയാൻ, അദ്ദേഹത്തിൽ നിന്ന് ഉബൈദുല്ലാഹ് ഇബ്നു മൂസ എന്ന് പറയുന്ന ആളും കേൾക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പരമ്പര കിടക്കുന്നത്. ഇതിപ്പം പിന്നെ കണ്ണി മുറിയുന്നില്ല. കാരണം നബിയിൽ നിന്നൊരു സ്വഹാബി കേട്ടു, സ്വഹാബിയിൽ നിന്നൊരു താബിഈ കേട്ടു, താബിയിൽ നിന്നൊരു തബഈ കേൾക്കുന്നു. അങ്ങനെ കണ്ണി മുറിയാതെ ഈ പറയപ്പെട്ട ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടവരാണ്, കേട്ടവരാണ്, സത്യം പറയുന്നവരാണ് പോലെയുള്ള എല്ലാ ഷർത്തുകളും നിബന്ധനകളും പാലിക്കപ്പെട്ട ആളുകളാണ്. ഇൻ കേസ് ഇതിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല, ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാണ് ഖാല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹദീസ് പറയുകയാണെങ്കിൽ ആ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല. റാവികൾ എന്ന് പറഞ്ഞാൽ നിവേദകർ, നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ, ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റാവിയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേൾക്കുന്ന ആൾ, റിവായത്ത് ചെയ്യുന്നവർ എന്നാണ് റാവി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, നിവേദകർ. ഓക്കെ, ചോദ്യം വന്നുകൊണ്ട് പറഞ്ഞതാണ് അതിൻ്റെ കൂടെ. ഓക്കെ, ഇപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ ഹദീസ് നമ്മൾ സ്വീകരിക്കൂല. കാരണം എന്താ? ഇക്രിമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. അപ്പോൾ ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ ഹദീസ് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യമുണ്ട്. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി അതിനിടയിൽ മിസ്സിംഗ് ആണെങ്കിൽ ആ പരമ്പര കണ്ണി ചേർന്നിട്ടില്ല, അതിന് അവിടെ മുറിഞ്ഞിട്ടുണ്ട്, ഒരു സ്വഹാബി അവിടെ മിസ്സിംഗ് ഉണ്ട്. ചില ഹദീസുകളിൽ എന്ത് ചെയ്യും, 2 ആൾക്കാർ മിസ്സിങ്ങുകളുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇക്രിമ എന്നുള്ള ആളും കൂടി ഇല്ല എന്നുണ്ടെങ്കിലോ ഹംദല എന്ന് പറയുന്ന തബഅ ആയിട്ടുള്ള ഒരാൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത്, ആ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല, സ്വീകരിക്കപ്പെടാവുന്ന ഹദീസല്ല. അപ്പോൾ ഇങ്ങനെ മുറിയാത്ത കണ്ണികൾ, എല്ലാ കണ്ണികളിലും വിശ്വാസയോഗ്യമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലേ ഒന്നാമത്തെ കണ്ടീഷൻസ് അവിടെ എന്ത് ചെയ്യുന്നു, ക്ലിയർ ആവുന്നുള്ളൂ, കണ്ണി ചേർന്ന പരമ്പര അല്ലെങ്കിൽ മുറിയാത്ത പരമ്പര എന്നുള്ളത്. രണ്ടാമത്തെ ധാർമ്മികതയുള്ള റാവികൾ എന്ന് പറഞ്ഞു. ധാർമ്മികതയുള്ള റാവികൾ 2 വിഷയത്തിലാണ്. ഒന്ന് ദീനിൻ്റെ വിഷയത്തിൽ, മതപരമായിട്ടുള്ള വിഷയത്തിൽ ഒരിക്കലും അവർ മുനാഫിക്കുകളാവരുത്, മുശ്രിക്കുകളാവരുത്, മുസ്ലിം ആയിട്ടുള്ള മുഅ്മിനായിട്ടുള്ള ഒരാളുടെ തന്നെ പിന്നെ ഹദീസ് എന്ത് ചെയ്യുള്ളൂ, സ്വീകരിക്കപ്പെടുകയുള്ളൂ. രണ്ടാമത്തെ മുറൂഅത്ത് പറഞ്ഞാൽ മുസ്ലിമാണ്, അയാളുടെ ഈമാനും ഇസ്ലാമും ഒക്കെ ഓക്കെയാണ്, പക്ഷേ പൊതുവായിട്ട് ധാർമ്മികതക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ നിന്ന് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് മുൻകാലഘട്ടങ്ങളിലൊക്കെ നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പരിഗണിച്ചിരുന്നത്. അപ്പം അങ്ങനെ ആളുകൾ മോശമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ പള്ളിയിൽ ഇമാം നിൽക്കുന്ന ഒരാൾ ഒരു ടീഷർട്ടും ഒരു ഷോർട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ പൊതുബോധത്തിന്, പൊതുവായിട്ട് ആളുകൾ ധാർമ്മികതയ്ക്ക് കാണുന്ന ചില വകുപ്പുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, പുറത്താണ്. ആ ഒരു പിന്നെ ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാത്ത രൂപത്തിലുള്ള ആ ഒരു സ്വഭാവം, അതിനൊക്കെ എന്ത് ചെയ്യുന്നത്, മുറൂഅത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ ദീനിൻ്റെ വിഷയത്തിൽ അതികണിശത പുലർത്തുന്ന ഒരാളാണെങ്കിൽ പോലും മുറൂഅത്തിൻ്റെ വിഷയത്തിൽ അയാളെ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അയാളുടെ ഹദീസ് എന്ത് ചെയ്യില്ല, സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അദാലത്തുമായി ബന്ധപ്പെട്ട്, ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ ദബ്ത്, അതായത് കൃത്യത ഉണ്ടാവണം. അത് 2 കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു. തഹമ്മുൽ, അത് സ്വീകരിക്കുന്നിടത്ത്, ഒരു ഹദീസ് ഒരാളുടെ അടുത്ത് കേൾക്കുന്നിടത്തും അതുപോലെ തന്നെ ഒരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നിടത്ത്, 2 കാര്യങ്ങളിലും. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. ഓരോന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ കുറേ സമയം പറയാനുള്ള വിഷയങ്ങളാണ്. ചുരുക്കി പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോൾ അതാതിൻ്റെ വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്, മുൻകാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ചില പണ്ഡിതന്മാരൊക്കെ അവരുടെ
വാപ്പമാരോട് നിങ്ങൾ ഇനി ഹദീസ് പഠിപ്പിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് പ്രായമായിട്ടുണ്ട്. പ്രായമാവുന്നതിന് മുമ്പ് വരെ അദ്ദേഹം പറഞ്ഞ ഹദീസുകളൊക്കെ പിന്നെ ഓക്കെയാണ്. പക്ഷെ പ്രായമായതിനു ശേഷം അദ്ദേഹത്തിന് ഓർമ്മ പിശകുകളുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഹദീസ് പഠിപ്പിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ഒരു പക്ഷേ തെറ്റുകൾ സംഭവിച്ചേക്കാം. അത് നബിയുടെ പേരിൽ കളവ് ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി നിങ്ങൾ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ചില ആളുകളോട് നിങ്ങൾ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം അവർ എഴുതി വെച്ചിട്ടായിരുന്നു ഹദീസ് പഠിപ്പിച്ചിരുന്നത്. അവർക്ക് എഴുതി വെച്ചിരുന്ന അവരുടെ പുസ്തകം അടങ്ങിയിരുന്ന അവരുടെ വീട് കത്തി നശിച്ചു. ഫോർ എക്സാമ്പിൾ അല്ല, നടന്ന സംഭവങ്ങളാണ്. ഒരു വീട് കത്തി നശിച്ചു. അപ്പോൾ അയാൾ ഓർമ്മയിൽ നിന്ന് ഹദീസ് എടുത്ത് പഠിപ്പിച്ച പ്രശ്നമാണ്. കാരണം അയാൾക്ക് ഓർമ്മശക്തി വല്ലാതില്ല. പക്ഷെ അയാൾ എഴുതി വെച്ച പുസ്തകത്തിൽ നിന്നാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ സംഭവിച്ചെന്നാണ്, അയാൾ എഴുതി വെച്ചിരുന്ന പുസ്തകമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഇനി ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം അയാളുടെ ഓർമ്മകളിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ തെറ്റ് സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കൃത്യതയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസും ഈ 3 നിബന്ധനകളും പാലിക്കപ്പെട്ടുകൊണ്ടുള്ള സനത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹദീസിൻ്റെ സനത് ശരിയാവുള്ളൂ. ബാക്കിയുള്ള 2 നമ്മൾ പറഞ്ഞു, അസ്വാഭാവികത ഉണ്ടാവരുത്, അതുപോലെ തന്നെ വൈകല്യം ഉണ്ടാവരുത് എന്നുള്ളത്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള വിഷയമാണ്. നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സമയം കൊണ്ടൊന്നും പറയാൻ സാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വഴിയെ കുറേ മുന്നോട്ട് പോകുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇതാണ് ഹദീസുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കുന്ന ഹദീസ് എടുത്തു തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.